Hello, my dear students, welcome to Crack It by Excellence Academy. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 5 തൊട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് തൊട്ട് നമ്മുടെ ഓട്ടോമൊബൈൽ ടോപ്പിക്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യം പഠിച്ച 4 യൂണിറ്റ്സിൽ നമ്മൾ കവർ ചെയ്ത് തീർത്തത് എൻറ്റയർലി അബൌട്ട് മെക്കാനിക്കൽ ടോപ്പിക്സ് ആയിരുന്നു. അപ്പം ഈ ഒരു 5th മൊഡ്യൂൾ തൊട്ടാണ് നമ്മുടെ ഓട്ടോമൊബൈൽ ടോപ്പിക്സ് സ്റ്റാർട്ട് ആകുന്നത്. അപ്പോൾ ഈ ഓട്ടോമൊബൈൽ ടോപ്പിക്സിൽ ആദ്യത്തെ നമ്മുടെ 5th മൊഡ്യൂളിൽ പഠിക്കുന്നത് ഈസ് അബൌട്ട് കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എൻജിൻ ആൻഡ് റിലേറ്റഡ് സിസ്റ്റംസ് ആണ്. അതിൽ ബേസിക്കലി വരുന്ന ഇത്രയും ടോപ്പിക്സ് ഉണ്ട്. അതായത് ഇതിൽ ഏറ്റവും വലിയൊരു യൂണിറ്റ് എന്ന് പറയാൻ പറ്റുന്നതാണ് ഈ ഒരു 5th മൊഡ്യൂള്. ഇതിലിപ്പം ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏകദേശം ഒരു 10 കണ്ടന്റോളം നമ്മൾ പഠിക്കണം. സിലിണ്ടർ ഉണ്ട്, പിസ്റ്റൺ ഉണ്ട്, കണക്റ്റിംഗ് റോഡ് ഉണ്ട്, ക്രാങ്ക് ഉണ്ട്, എക്സോസ്റ്റ് വാൽവ്സ് ഉണ്ട്, ക്യാം ഷാഫ്റ്റ് ഉണ്ട്, ഫ്യൂവൽ സിസ്റ്റം ഉണ്ട്, എയർ സിസ്റ്റം ഉണ്ട്, ലൂബ്രിക്കേഷൻ ഉണ്ട്, കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇത്രയുടെ ഒരു വലിയ ഡീറ്റെയിൽഡ് സിലബസ് ആണ് നമ്മുടെ ഈ ഒരു 5th മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ കണ്ടന്റ് കൂടുതലാണെങ്കിലും പഠിക്കാനുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഏകദേശം പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും നമുക്ക് ഫൈനൽ എക്സാമിന് വരുമ്പോൾ നമ്മൾ ഇതെല്ലാം റിവൈസ് ചെയ്യുമ്പോൾ ഇതൊരു വലിയ ഒരു മൊഡ്യൂളായിട്ട് തോന്നും. പഠിക്കാനുള്ളത് ഓരോ ടോപ്പിക്കിലും കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് ഇൻഡെപ്ത് പോയി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് അറൗണ്ട് ദ ബേസ് മാത്രമേ സിലബസിൽ പറയുന്നുള്ളൂ. അത്രയും കാര്യങ്ങളും പഠിച്ചാൽ മതി. പക്ഷേ കുറച്ച് അവസാനം എല്ലാം കൂടെ റിവൈസ് ചെയ്ത് വരുമ്പോൾ നമുക്കിത് കുറച്ചൊരു ലെങ്തിയർ ടോപ്പിക് ആയിട്ട് തോന്നും. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് അവർ ഫസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് സിലിണ്ടർ. ഈ ഒരു കണ്ടന്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സിലിണ്ടർ. സോ വിൽ സ്റ്റാർട്ട് വിത്ത് സിലിണ്ടേഴ്സ്. സിലിണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു എഞ്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോർഷനെയാണ് നമ്മൾ സിലിണ്ടർ എന്ന് പറയുന്നത്. അതായത് ഏതൊരു എഞ്ചിൻ നമ്മൾ എടുത്താലും എഞ്ചിനിൽ കാണുന്ന ആദ്യത്തെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു മെയിൻ ബ്ലോക്കാണ് സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ സിലിണ്ടർ ബ്ലോക്കിലാണ് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ പിസ്റ്റൺ, ക്രാങ്ക്, കണക്റ്റിംഗ് റോഡ് ഇതെല്ലാം കണക്ട് ചെയ്ത് ഒരു മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്ന, അതായത് ഇതൊരു ഫിക്സഡ് ലിങ്ക് ആണ്, ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ജോമെട്രി ആണ്. മൂവിങ് പാർട്സിനെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ബ്ലോക്ക് ആണ് നമ്മുടെ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത്, വിച്ച് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ സിലിണ്ടർ. സിലിണ്ടറിൽ കുറേ അസംബ്ലീസ് വരുന്നുണ്ട്. സിലിണ്ടർ ഹെഡ് വരും, ബാക്കി സ്ക്രൂസ് വരും. അതിലെല്ലാത്തിലും മെയിൻ പാർട്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ സിലിണ്ടർ ഹെഡും സിലിണ്ടർ ബ്ലോക്കും. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഹെഡിൽ കുറേ കാര്യങ്ങൾ, കുറേ ഈ പറയുന്ന വാൽവ്സ്, ക്യാം ഷാഫ്റ്റ് അതെല്ലാം കണക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ബ്ലോക്കിൽ വരുന്നതെല്ലാം പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ഇങ്ങനത്തെ ബാക്കി കാര്യങ്ങൾ, ക്രാങ്ക് ഒക്കെയാണ് സിലിണ്ടർ ബ്ലോക്കിൽ വരുന്നത്. സോ എന്ത് പറയാം, നമുക്ക് സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇസ് ദ മെയിൻ ബോഡി ഓർ ഫ്രെയിം ഓഫ് ആൻ IC എഞ്ചിൻ. ഒരു മെയിൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഫ്രെയിം, മെയിൻലി നമ്മുടെ എഞ്ചിൻ്റെ ഒരു ഫ്രെയിം വർക്ക് തീരുന്നത് തന്നെ ഒരു സിലിണ്ടർ ബ്ലോക്കിലാണ്. ഓക്കെ, ഇറ്റ് സപ്പോർട്ട്സ് ഓൾ മേജർ കമ്പോണൻസ്, എഞ്ചിൻ കമ്പോണൻസ്. എഞ്ചിനിൽ ഓൾമോസ്റ്റ് വരുന്ന എല്ലാ കോമ്പോണൻസും ഇരിക്കുന്നത് ഈ പറയുന്ന സിലിണ്ടർ ബ്ലോക്കിലാണ്. ദെൻ അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് ഹൗസസ് ദ സിലിണ്ടേഴ്സ്, then supports the crankshaft and crankcase, provides passage for coolant and lubricating oil. This is very important. അതായത് നമ്മൾ ബേസിക്കലി ഓരോ സ്ട്രോക്ക് കഴിയുമ്പോഴും അതിനകത്ത് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഹീറ്റാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് മെക്കാനിക്കൽ എനർജി ആക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഓരോ സൈക്കിൾ കഴിയും തോറും അതിനകത്ത് ആഡഡ് ഹീറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. അറൗണ്ട് ഒരു 50 ജൂൾസ് വെച്ച് ആഡ് ആവുമെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ എൻജിൻ ബ്ലോക്കിൻ്റെ ടെമ്പറേച്ചർ കണ്ടമാനമായി റൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ എൻജിൻ ടെമ്പറേച്ചർ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെയൊക്കെ ഒരു ടെമ്പറേച്ചർ മീറ്റർ ഉണ്ട്. അതിൽ കോൾഡും ഉണ്ട്, ഹോട്ടും ഉണ്ട്. എൻജിൻ ടെമ്പറേച്ചർ ഷുഡ് ഓൾവേസ് ബി മെയിൻറ്റൈൻഡ് അറ്റ് ദ കറക്റ്റ് ലെവൽ. അപ്പോൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? അങ്ങനെ ഹീറ്റ് കൂടി വ്യക്തമായ ഒരു കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൂളിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടി എൻജിൻ ഓവർ ഹീറ്റായി വഴി കിടക്കും. നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്ന വണ്ടികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ അംബാസഡർ, പണ്ടത്തെ മാരുതി കാർസ് എല്ലാം റോഡിൽ കുറേ നേരം ഓടുമ്പം ഓവർ ഹീറ്റായി റേഡിയേറ്ററിൽ നിന്നൊക്കെ സ്റ്റീമൊക്കെ വന്ന് വഴി കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ കാലത്ത് വണ്ടികളിൽ കൂളൻറ്റ് സിസ്റ്റം വന്നു, എഫക്റ്റീവ് കൂളൻറ്റ് ഫ്ലൂയിഡ്സ് വന്നു. അപ്പം നമുക്ക് ടെമ്പറേച്ചർ, ഹീറ്റ് ജനറേറ്റഡ് ഇൻ വൺ സൈക്കിൾ വിൽ ഓൾവേസ് ബി ലെസ് ദാൻ ഹീറ്റ് റിമൂവ്ഡ് ആയിരിക്കും. അപ്പം ഡിസിപ്പേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഇക്വലൻ്റ് ആയിട്ട് വന്നതിന് ശേഷം ഈ പറയുന്ന ഒരു നെഗറ്റീവ് ഇന്നത്തെ വണ്ടികൾ അതാണ് കണ്ടിന്യൂസ്ലി എത്ര നേരം ഓടിയാലും അതിനൊരു ഇഷ്യൂ വരാണ്ട് പോകുന്നത്. ഓക്കെ, സോ കൂളൻ്റ് ആൻഡ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന സിലിണ്ടർ ബ്ലോക്കാണ്
then supports the cylinder head and act as the main structural member of the engine, and it also dissipate heat to the surroundings. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് സിലിണ്ടർ ബ്ലോക്ക്. പിന്നെ ഈ സിലിണ്ടർ ബ്ലോക്കിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ് സിലിണ്ടർ ബോർ. ബോർ എന്ന് പറയുന്ന ഈ ബോറിലാണ് നമ്മുടെ പിസ്റ്റൺ കിടക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഈ കാണുന്ന ഇതാണ് വാട്ടർ ജാക്കറ്റ്സ്. അപ്പോൾ ഈ ജാക്കറ്റ്സിൽ കൂടെയാണ് നമ്മുടെ കൂളിംഗ് ഫ്ലൂയിഡ് കണ്ടിന്യൂസ്ലി പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ വി ഹാവ് ഓൾസോ ഓയിൽ ഗല്ലറീസ്, അതായത് ഓയിൽ പോകുന്ന പോക്കറ്റ്സിനെയാണ് ഓയിൽ ഗല്ലറീസ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ക്രാങ്ക് കേസ്. ഇതിൻ്റെ ബോട്ടം പോർഷനിലാണ് നമ്മുടെ ക്രാങ്ക് വരുന്നത്. അപ്പോൾ ക്രാങ്കിൽ നിന്ന് ഒരു ഒറ്റ ഷാഫ്റ്റ് കണക്ട് ചെയ്താണ് പവർ ട്രെയിനിലോട്ട് പോകുന്നത്. ദെൻ മൗണ്ടിങ് ഹോൾസ്, സിലിണ്ടർ ലൈനർ. ഈ സിലിണ്ടറിനകത്ത് നമ്മൾ ലൈനേഴ്സ് പ്രൊവൈഡ് ചെയ്യും ഈ പിസ്റ്റൺ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നതിന് എഫക്റ്റീവായിട്ടൊരു ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSCയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട 2 ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് കോമൺലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ഗ്രേ കാസ്റ്റ് അയൺ ആൻഡ് അലൂമിനിയം അലോയ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് K സീരീസ് എഞ്ചിൻ എന്നൊക്കെ പറയുന്ന അലുമിനിയം അലോയ്, അതായത് ഓരോ കമ്പനീസിൻ്റെ വെയിറ്റ് കുറഞ്ഞ അലുമിനിയം എഞ്ചിൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് മൈലേജ് കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഗ്രേ കാസ്റ്റ് അയൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കമ്പാരിറ്റീവ്ലി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെയിറ്റ് കൂടുന്തോറും നമ്മുടെ വണ്ടിയുടെ എഫിഷ്യൻസി കുറയും. അതേസമയം അലുമിനിയം അലോയ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ഫാക്ടർ മൈലേജ് കൂടുന്നത് എന്ത് റെഡ്യൂസ് ചെയ്തിട്ടാണ്? ഇതിൻ്റെ ഒരു എൻജിൻ വെയിറ്റ്, കർബ് വെയിറ്റ്, ടോട്ടൽ വണ്ടിയുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പറയുന്ന എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഗ്രേ കാസ്റ്റ് അയൺ ആണെങ്കിൽ ഇറ്റ് ഹാവ് ഗുഡ് വെയർ റെസിസ്റ്റൻസ്, എക്സലൻറ്റ് കാസ്റ്റബിലിറ്റി, ഹൈ കംപ്രസീവ് സ്ട്രെങ്ത്, ഗുഡ് വൈബ്രേഷൻ ഡാമ്പിംഗ് ആൻഡ് ലോ മാനുഫാക്ചറിങ് കോസ്റ്റ്. ദിസ് ഈസ് മെയിൻലി ആപ്ലിക്കേഷൻ വരുന്ന ഹെവി ഡ്യൂട്ടി ഡീസൽ എഞ്ചിൻസിലും കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലും സ്റ്റേഷനറി എഞ്ചിൻസിലുമാണ്. ആൻഡ് അലുമിനിയം അലോയ്സ് ഓൺ ദ അതർ ഹാൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്, ഗുഡ് തെർമൽ കണ്ടക്ടിവിറ്റി, ഹീറ്റ് ഡെസിപ്പേഷന് വളരെ നല്ലതാണ്, ബെറ്റർ ഹീറ്റ് ഡിസിപ്പേഷൻ ആൻഡ് കൊറോഷൻ റെസിസ്റ്റൻറ്റും ആണ്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോവർ വെയർ റെസിസ്റ്റൻസ് ആണ്. അതായത് എൻജിൻ ലൈഫ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് കൂടുതൽ നല്ലതാണെങ്കിൽ ഇതിനകത്ത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, യൂസബിലിറ്റി. അതേസമയം ലോവർ വെയർ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മെറ്റീരിയൽ വെയറായി പോകുന്നു. അത് കാരണം ഇതിൻ്റെ ബോറിൻ്റെ ഹോൾസ് ഒക്കെ ചിലപ്പോൾ എൻലാർജ് ആവാം ഒരുപാട് വൈബ്രേഷൻസ് വരുന്ന സമയത്ത്. അപ്പോൾ എൻജിൻ ലൈഫ് കുറയാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു ഹാവ് സിലിണ്ടർ ലൈനേഴ്സ്. അതായത് നമുക്ക് പിന്നെ എൻജിൻ്റെ എൻ്റയർ ബോർ റീപ്ലേസ് ചെയ്യേണ്ട, നമുക്ക് എന്ത് മാത്രം മാറ്റിക്കൊടുത്താൽ മതി? ലൈനേഴ്സ് മാത്രം മാറ്റിക്കൊടുത്താൽ മതി. സോ അലുമിനിയം അലോയുടെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്ത് വേണം? ഈ പറയുന്ന അലുമിനിയം സിലിണ്ടർ ലൈനേഴ്സ് ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ അലുമിനിയം അലോയ് എൻജിൻസ് അല്ലെങ്കിൽ സിലിണ്ടർ ബ്ലോക്കിൽ. പിന്നെ ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഡീസൽ എൻജിൻസിൽ കൂടുതലും കാസ്റ്റ് അയൺ, ഡീസൽ എൻജിൻസിലാണെങ്കിൽ അല്ലെങ്കിൽ CA എൻജിൻസിൽ നമ്മൾ ഏത് യൂസ് ചെയ്യാം? ഗ്രേ കാസ്റ്റ് അയണും സ്പാർക്ക്. പെട്രോൾ എൻജിൻസിലൊക്കെ നമുക്ക് അലുമിനിയം അലോയ്സും പ്രിഫർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിലിണ്ടർ ബ്ലോക്ക്? നമുക്ക് സിലിണ്ടർ ബ്ലോക്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. സിംഗിൾ സിലിണ്ടർ എൻജിൻസും ഉണ്ട്, മൾട്ടി സിലിണ്ടർ എൻജിൻസും ഉണ്ട്. ഇപ്പോൾ ടു സിലിണ്ടർ എൻജിൻസ് ഉണ്ട്, 4 സിലിണ്ടർ എൻജിൻസ് ഉണ്ട്, 8 സിലിണ്ടർ എൻജിൻസ് ഉണ്ട്, 6 സിലിണ്ടർ എൻജിൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ യൂഷ്വൽ ബൈക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്കതും എന്താണ്? സിംഗിൾ സിലിണ്ടർ എൻജിൻസ് ആണ്. സോ മോട്ടോർ സൈക്കിൾ, സ്കൂട്ടേഴ്സ്, പമ്പ്, ജനറേറ്റേഴ്സ് ഒക്കെയാണ് സിംഗിൾ സിലിണ്ടർ വരുന്നത്. 3 സിലിണ്ടർ, 4 സിലിണ്ടർ, ട്വിൻ സിലിണ്ടർ ഒക്കെ 2 ഓർ മോർ ഉണ്ട്. അപ്പം സിംഗിൾ സിലിണ്ടറാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്, ലോ മെയിൻ്റനൻസ് ആണ്, ഈസി മെയിൻ്റനൻസ് ആണ്, ലോ കോസ്റ്റ് ആണ്. പക്ഷേ സിംഗിൾ ആയതുകൊണ്ട് തന്നെ വൈബ്രേഷൻ ഐസൊലേഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ പുവറാണ്. ആൻഡ് ലോവർ പവർ ഔട്ട്പുട്ട് ഒരെണ്ണത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത് കൊണ്ട് ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. സോ സ്മൂത്ത് റണ്ണിങ്ങിനും ഹയർ പവറിനും ബെറ്റർ ബാലൻസിങ്ങിനും വൈബ്രേഷൻ റെഡ്യൂസ് ചെയ്യാനൊക്കെ എപ്പോഴും ബെറ്റർ മൾട്ടി സിലിണ്ടർ എൻജിൻസ് ആണ്. വലിയ ഹെവി വെഹിക്കിൾസിനെല്ലാം നമ്മൾ കൂടുതലും മൾട്ടി സിലിണ്ടറാണ് പ്രിഫർ ചെയ്യുന്നത്. ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈസ് അബൌട്ട് സിലിണ്ടർ ലൈനേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇതുപോലെ ഒരു ഹോളോ ക്യാവിറ്റി മെറ്റീരിയൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എൻജിനകത്ത് സിലിണ്ടർ ബോറിലിടുന്ന ഇതിനെ സ്ലീവിനെയാണ് എന്തെന്ന് പറയുന്നത്? സിലിണ്ടർ ലൈനേഴ്സ് എന്ന് പറയുന്നത്. ഈസ് റീപ്ലേസബിൾ സിലിണ്ടറിക്കൽ സർഫസ് ഫിറ്റഡ് ഇൻസൈഡ് ദ സിലിണ്ടർ ടു പ്രൊവൈഡ് വെയർ റെസിസ്റ്റൻറ്റ് സർഫസ് ഫോർ പിസ്റ്റൺ മൂവ്മെൻറ്റ്. അതായത്
കുറേ നാൾ ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വാൾസിൽ എന്തുണ്ടാവും, വെയർ ആൻഡ് ടയർ ഉണ്ടാവും. അപ്പോൾ ഈ എൻറ്റയർ പിസ്റ്റണും സിലിണ്ടർ ബ്ലോക്കും മാറ്റുന്നത് ഒരു ഹ്യൂജ് ലോസ് ആണ് നമുക്ക്. അപ്പോൾ അതിനെക്കാട്ടി റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള സിലിണ്ടർ ലൈനേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് മാത്രം റീപ്ലേസ് ചെയ്താൽ മതി. സോ ഇറ്റ് റെഡ്യൂസസ് വെയർ ഓഫ് ദ സിലിണ്ടർ ബ്ലോക്ക് ആൻഡ് പ്രൊവൈഡ് സ്മൂത്ത് പിസ്റ്റൺ മൂവ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് ഓൾസോ മേക്സ് റീപ്ലേസ്മെൻറ്റ് ഈസി ആഫ്റ്റർ വെയർ. ഓക്കെ, then next is what are the different types of cylinder liners. രണ്ട് ടൈപ്പ് ഓഫ് സിലിണ്ടർ ലൈനേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അറിഞ്ഞിരിക്കുക, വി ഹാവ് ഡ്രൈ ലൈനേഴ്സ് ആൻഡ് വെറ്റ് ലൈനർ. ഡ്രൈ ലൈനർ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ലൈനറും ഈ പറയുന്ന കൂളിംഗ് മീഡിയം ആയിട്ട് നമുക്ക് കണക്ഷൻ ഇല്ല, ഇവിടെ ഇതുമായിട്ട് കണക്റ്റഡ് അല്ല. അതേസമയം വെറ്റ് എന്ന് പറയുമ്പോൾ ലൈനറിൻ്റെ തൊട്ട് പിറകിലായിട്ട് തന്നെ ആയിരിക്കും കൂളിംഗ് മീഡിയം ഉണ്ടാകുന്നത്. സോ ഡ്രൈ ലൈനർ എങ്ങനെയാണ് ചെയ്യുന്നത്? പിസ്റ്റൺ പ്രസ് ഫിറ്റഡ് ഇൻ ടു ദ സിലിണ്ടർ ബ്ലോക്ക് ആണ്. ഡസ് നോട്ട് കം ഇൻ കോണ്ടാക്ട് വിത്ത് കൂളൻ്റ്. ഇവിടെ വെറ്റിലാണെങ്കിൽ ഇവിടെ കൂളൻ്റ് ഉണ്ട്, ഇവിടെയാണെങ്കിൽ നമുക്ക് കൂളൻ്റ് എവിടെയാണ് വരുന്നത്? കൂളൻ്റ് വിൽ ബി ഔട്ട്സൈഡ് ദി സിലിണ്ടർ ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, സ്ട്രോങ് സപ്പോർട്ട് ഫ്രം സിലിണ്ടർ ബ്ലോക്ക്. സോ അതുകൊണ്ട് ഒരു സപ്പോർട്ട് കൂടുതൽ ഏതിന് കിട്ടും? ഡ്രൈ ലൈനറിന് സപ്പോർട്ട് കൂടുതലായിരിക്കും. ഏതിൻ്റെ? സിലിണ്ടർ ബ്ലോക്കിൻ്റെ സപ്പോർട്ട് കൂടുതൽ കിട്ടുന്നു. ലെസ് ലീക്കേജ് ആണ്, ബെറ്റർ റിജിഡിറ്റി ആണ്, ആൻഡ് ഈസ് പ്രിഫേർഡ് ഇൻ സ്മോൾ എൻജിൻസ് ആൻഡ് പെട്രോൾ എൻജിൻസ്. അധികം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്ത എൻജിൻസിലാണ് നമ്മൾ ഡ്രൈ ലൈനർ പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് വെറ്റ് ലൈനർ കൂളിംഗ് വാട്ടർ ഡയറക്റ്റ്ലി അതിൻ്റെ അറൗണ്ട് ഉണ്ടാവും. ബെറ്റർ കൂളിംഗ് ആണ്, ഈസി റീപ്ലേസ്മെൻ്റ് ആണ്, യൂണിഫോം ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ അവിടെ എൻഷുർ ചെയ്യാൻ പറ്റുന്നു. ബട്ട് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് ദിസ് റിക്വയർ സീലിംഗ് റിങ്സ്. ഒരിക്കലും ഇത് കൂളൻ്റെ എഞ്ചിനകത്തോട്ട് വരാൻ പാടില്ല. സോ ഹയർ പോസിബിലിറ്റി ഓഫ് കൂളൻ്റ് ലീക്കേജ് ഏതിനകത്ത് റിസ്ക് ഉണ്ടാവും? നമ്മുടെ വെറ്റ് ലൈനേഴ്സിൽ ഉണ്ടാവുന്നു. ആപ്ലിക്കേഷൻസ് ആർ ഇൻ ഹെവി ഡീസൽ എൻജിൻസ് ആൻഡ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആൻഡ് മറൈൻ എൻജിൻസ്. സോ ഡ്രൈ ലൈനറും വെറ്റ് ലൈനറും ആയിട്ടുള്ള ഒരു കമ്പാരിസൺ അറിഞ്ഞിരിക്കുക. ഡ്രൈ ലൈനറിന് നോ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ്, ഇവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് കൂളൻ്റ് ആണ്. ഇറ്റ് ഹാവ് ബെറ്റർ റിജിഡിറ്റി ഫോർ ഡ്രൈ ലൈനേഴ്സ് ആൻഡ് ബെറ്റർ കൂളിംഗ് ഫോർ വെറ്റ് ലൈനേഴ്സ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റീപ്ലേസ് ഇൻ ഡ്രൈ ലൈനർ ആൻഡ് ഈസിയർ ഫോർ ഇൻ വെറ്റ് ലൈനർ. നോ സീലിംഗ് റിങ്സ്. വെറ്റ് ലൈനറിനാണെങ്കിൽ നമുക്ക് സീൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ലെസ് ലീക്കേജ് ആണ്, വെറ്റ് ലൈനറിന് ലീക്കേജ് കൂടുതലാണ്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നതാണ് നമ്മുടെ സിലിണ്ടർ ഹെഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സിലിണ്ടർ ബ്ലോക്കും ഉണ്ട്, ഒരു സിലിണ്ടർ ഹെഡും ഉണ്ട്. ഇത് രണ്ടും കൂടെ കംപ്രൈസ് ചെയ്യുന്നതാണ് നമ്മുടെ എൻറ്റയർ സിലിണ്ടർ എന്ന് പറയുന്നത്. ആൻഡ് ലീക്ക് ഒന്നും ഇല്ലാതെ എൻഷുർ ചെയ്യാനായിട്ട് ഇടയ്ക്ക് നമുക്കൊരു ഹെഡ് ഗ്യാസ്കറ്റും കൂടെ അവിടെ ഉണ്ടാവും. So the cylinder head is the component fitted on top of the cylinder block to close the combustion chamber. ആൻഡ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രഷർ ഒരു ഇവിടെ എത്തുന്ന ഒരു കോമ്പോണൻ്റ് ആണ് സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത്. അതായത് പിസ്റ്റൺ ഇത്രയും ഫോഴ്സിലാണ് നമ്മുടെ ഗ്യാസ് പ്രഷറിനെ കംപ്രസ് ചെയ്ത് മേളിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും ഹൈ പ്രഷർ ആര് വിസ്റ്റാൻഡ് ചെയ്യണം? നമ്മുടെ സിലിണ്ടർ ഹെഡ് അത്രയും ടൈറ്റ് ആയിട്ട് ഫിക്സ്ഡ് ആണെങ്കിൽ മാത്രമേ ഇതിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു പ്രഷർ, അത്രയും എന്താണ് ഗ്യാസ് പ്രഷറിനെ ഇത് വിസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ് നമ്മുടെ സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഓൾസോ സപ്പോർട്ട്സ് ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൽവ്സ് ആൻഡ് ഇറ്റ് ഹൗസസ് ദ സ്പാർക്ക് പ്ലഗ് ഇൻ SI engine and fuel injector for CI engines. Then it contains cooling water passages and it also needs to dissipate heat. അവിടെയും ഹീറ്റ് വരുന്നതിന് നമ്മൾ വെളിയിലോട്ട് കളയണം. And the materials used are grey cast iron and aluminum alloys. Grey cast iron ഡീസൽ എൻജിൻസിലും ഹെവി ഡ്യൂട്ടി എൻജിൻസിലും, അലുമിനിയം അലോയ് എവിടെയാണ്? നമ്മുടെ പെട്രോൾ എൻജിൻസിലും മോഡേൺ പാസഞ്ചർ കാർസിലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ നമ്മുടെ സിലിണ്ടർ ഹെഡ്. ദെൻ കംസ് ഈ ഗ്യാസ്കറ്റ്, ഇതിനിടയിൽ ഇടുന്ന ഗ്യാസ്കറ്റ്. ഈ സിലിണ്ടർ ഹെഡിനും നമ്മുടെ സിലിണ്ടർ എൻജിൻ ബ്ലോക്കിനെ നമ്മൾ രണ്ട് മെറ്റൽ എടുത്ത് കുറേ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ ഒരു പെർഫെക്റ്റ് സീലിംഗ് കിട്ടത്തില്ല. നമ്മൾ പ്രഷർ കുക്കറെല്ലാം വീട്ടിൽ കണ്ടിട്ടില്ലേ? ഒരു പ്രഷർ കുക്കറിൻ്റെ കേസ് രണ്ട് മെറ്റൽ തമ്മിൽ അടയ്ക്കുന്ന എല്ലാ സ്ഥലത്തും ഇഫ് ഇറ്റ് ഈസ് എ ഹൈ പ്രഷർ ഏരിയ നമ്മൾ ഇടുന്നതെല്ലാം ഒരു റബ്ബർ ഗ്യാസ്കറ്റ് ഉണ്ടാവും. ഒരു സ്ഥലത്തും നമ്മളൊരു ഹൈ പ്രഷറിനെ നമ്മൾ കണ്ടെയ്ൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു ഗ്യാസ്കറ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇല്ല, അതിൻ്റെ ബേസിക് എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ പ്രഷർ കുക്കർ. മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് എന്ന് പറയുന്നത് എപ്പോഴും ലീക്ക് പ്രൂഫ് അല്ല.
അതുവഴി ലീക്കേജസ് ഹാപ്പൻ ചെയ്യും. അപ്പോൾ എവിടെ ഒരു ജോയിനിങ്, ഒരു മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് വന്നാലും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, there we need to place a gasket. ഓക്കെ, സോ ഒരു ഗ്യാസ്കറ്റ് എന്ന് പറയുന്നത് ഈസ് എ സീലിംഗ് എലമെൻറ്റ് പ്ലേസ്ഡ് ബിറ്റ്വീൻ സിലിണ്ടർ ബ്ലോക്ക് ആൻഡ് സിലിണ്ടർ ഹെഡ്. സോ അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് നീഡ്സ് ടു പ്രിവെൻറ്റ് ലീക്കേജ് ഓഫ് കമ്പഷൻ ഗ്യാസസ്, prevents coolant leakage, prevents lubricating oil leakage and maintains compression pressure. Also seals the combustion chamber. അപ്പോൾ ഇതാണ് നമ്മുടെ സിലിണ്ടർ ഗ്യാസ്കറ്റിൻ്റെ ആപ്ലിക്കേഷൻ. ഇനി രണ്ട് ടൈപ്പ് ഓഫ് സിലിണ്ടർ ഗ്യാസ്കറ്റ് ഉണ്ട്. പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ കോപ്പർ ആസ്ബെസ്റ്റോസ് എന്ന് പറയുന്ന കോപ്പർ ഹെഡ് ഗ്യാസ്കറ്റ്. ഇന്ന് ഇപ്പോൾ മൾട്ടി ലെയർ സ്റ്റീലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള മോഡേൺ എൻജിൻസിലെല്ലാം മൾട്ടി ലെയർ സ്റ്റീൽ ഗ്യാസ്കറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രഷർ കുക്കറിലൊക്കെ ആപ്ലിക്കേഷൻ പറഞ്ഞതുപോലെ റബ്ബർ ഗ്യാസ്കറ്റ്സ് ഇടുന്നതിനൊന്നും അത്രയും ലൈഫ് ഇല്ല. ഇപ്പോൾ ഒരു പ്രഷർ കുക്കർ തന്നെ 3-4 കൊല്ലം ഒരു ലിമിറ്റഡ് പ്രഷറിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലൈഫ് ടൈം തീരുന്നു. പക്ഷേ വെഹിക്കിൾസിലെല്ലാം നമുക്കത് കുറച്ച് കൂടുതൽ കാലം നമുക്ക് അത്രയും ഡ്യൂറബിലിറ്റി കിട്ടാനാണ് ഈ ആസ്ബെസ്റ്റോസ് കമ്പൈൻഡ് വിത്ത് മെറ്റലും കൂടെ ആയിട്ട് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ അത് മോഡിഫൈഡ് ആയിട്ട് നമുക്ക് മൾട്ടി ലെയർ സ്റ്റീലുണ്ട്. സോ അതിന് ഗുഡ് കംപ്രഷൻ ക്വാളിറ്റീസ് ഒക്കെ കിട്ടുന്നുണ്ട്. സോ ഇറ്റ് ഓൾസോ സിംറ്റംസ് ഓഫ് നമ്മുടെ ഈ പറയുന്ന ഗ്യാസ്കറ്റ് പോയി കഴിഞ്ഞാൽ എന്താണ് സിംറ്റംസ്? നമ്മൾ പ്രഷർ കുക്കറിൽ വരുന്ന ഏകദേശം സിംറ്റംസ് തന്നെ. എൻജിൻ എന്ത് ചെയ്യും? ഓവർ ഹീറ്റ് ആയി പോകും. കാര്യം നോർമലുള്ള പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അല്ലായിരിക്കും നടക്കുന്നത്. ഹീറ്റ് ഒരുപാട് ഡിസിപ്പേറ്റ് ചെയ്ത് എൻജിൻ ബ്ലോക്കിലോട്ട് പോകുന്നുണ്ടാവും. വൈറ്റ് സ്മോക്ക് ഫ്രം എക്സോസ്റ്റ് വരും. കൂളൻറ്റ് വിൽ മിക്സ് വിത്ത് എൻജിൻ ഓയിൽ. ലോസ് ഓഫ് കംപ്രഷൻ ഉണ്ടാവും. കൂളൻറ്റ് ലോസ് ഉണ്ടാവും. ബബിൾസ് ഇൻ റേഡിയേറ്റർ. കാര്യം വെളിയിൽ നിന്നുള്ള എയർ സക്ക് ചെയ്തെടുത്ത് പലയിടത്തും എയർ വെൻറ്റിങ്, പ്രോപ്പർ എയർ ഡിസ്ട്രിബ്യൂഷൻ നടക്കാണ്ടാവും. ഫ്ലോ കറക്റ്റ് അല്ലാണ്ട് വേറെ പല ഹോൾസിൽ കൂടെയും ഫ്ലോ കയറി പോകുന്നു. ഇൻലെറ്റ് നമുക്ക് എൻജിൻ്റെ മുകളിലോട്ട് ചിലപ്പം കൂളൻ്റ് ഡ്രാഗ് ചെയ്ത് വരുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് ഏതിലുണ്ടാവും? ഈ ഗ്യാസ്കറ്റ് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കും. ഓക്കെ, സോ നമ്മുടെ എൻറ്റയർ സിലിണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. ഈസ് അബൌട്ട് സിലിണ്ടർ ബ്ലോക്ക്, സിലിണ്ടർ ലൈനർ, സിലിണ്ടർ ഹെഡ്, ഹെഡ് ഗ്യാസ്കറ്റ്. ഇതിൽ നമ്മുടെ മെയിൻ സിലിണ്ടർ ബ്ലോക്കിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ബോഡി ഓഫ് ദ എൻജിൻ ആണ് വരുന്നത്. അത് രണ്ട് പാർട്സ് ആയിട്ട്, രണ്ട് മെറ്റീരിയലാണ് മെയിൻലി വരുന്നത്, ഗ്രേ കാസ്റ്റ് അയണും അലുമിനിയം അലോയ്സും. അതുപോലെ തന്നെയാണ് നമ്മുടെ സിലിണ്ടർ ലൈനറും. അതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? വെയർ റെസിസ്റ്റൻസ് ആണ്. അതും ഗ്രേ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ അലുമിനിയം അലോയ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത് കമ്പഷൻ ചേമ്പറിനെ ക്ലോസ് ചെയ്യാനുള്ളതാണ്, പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാനും. അവിടെയും നമ്മൾ അലോയ് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ ഹാർഡൻഡ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. അതിനൊരു ഡിഫറൻസ് ഉണ്ട്, അത് ഓർത്തിരിക്കുക. സിലിണ്ടർ ഹെഡ് മോസ്റ്റ് ഓഫ് ദ ടൈം അലോയ് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ നമ്മൾ ഹാർഡൻഡ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹെഡ് കാസ്കറ്റ് രണ്ടെണ്ണമാണ് യൂസ് ചെയ്യുന്നത് മെയിൻലി. MLS മൾട്ടി ലെയർ സ്റ്റീൽ അല്ലെങ്കിൽ കോപ്പർ ആസ്ബെസ്റ്റോസ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക്, അതായത് സിലിണ്ടർ. സിലിണ്ടറിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് IC എഞ്ചിൻ, സിലിണ്ടർ ബ്ലോക്ക്, സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ എന്താണ്, മൾട്ടി സിലിണ്ടർ എന്താണ്, സിലിണ്ടർ ലൈനേഴ്സ് പഠിച്ചു, സിലിണ്ടർ ഹെഡ് പഠിച്ചു, അതിൻ്റെ ഡിഫറെൻറ്റ് ഓരോന്നിൻ്റെ മെറ്റീരിയൽസ് പഠിച്ചു, സിലിണ്ടറിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റിനെ പറ്റി പഠിച്ചു. ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ഒരു സിലബസിൽ പഠിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മൾ പഠിച്ചു തീർത്തു. ഇനി ഇതിൻ്റെ കുറച്ച് PYQ സെഷൻസ് നോക്കാം. ഓക്കെ, ദ മെയിൻ ബോഡി ഓഫ് ആൻ IC എഞ്ചിൻ ഈസ് കോൾഡ് ദി, എന്താണ് മെയിൻ ബോഡിയെ പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ദി സിലിണ്ടർ ബ്ലോക്ക്. ഒരു മെയിൻ ബോഡി ഓഫ് IC എഞ്ചിൻ എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് നമ്മുടെ ഏതാണ്? സിലിണ്ടർ ബ്ലോക്ക് ആണ്. ദെൻ ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെറ്റീരിയൽ ഫോർ ഹെവി ഡ്യൂട്ടി ഡീസൽ എൻജിൻസ് ഈസ് സിമ്പിൾ ആണ് അല്ലേ? ഏതാണ്? ഗ്രേ കാസ്റ്റ് അയൺ. ദെൻ അലുമിനിയം അലോയ് സിലിണ്ടർ ബ്ലോക്സ് ആർ പ്രിഫേർഡ് ബിക്കോസ് ദേ ആർ, എന്തുകൊണ്ടാണ്? ഹാർഡർ ആണോ, ചീപ്പർ ആണോ, ലൈറ്റ് വെയിറ്റ് ആണോ, മോർ വെയർ റെസിസ്റ്റൻ്റ് ആണോ? ഇറ്റ് ഈസ് ലൈറ്റ് വെയിറ്റ്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനാണ് അലുമിനിയം അലോയ്സ് യൂസ് ചെയ്യുന്നത്. എ വെറ്റ് സിലിണ്ടർ ലൈനർ ഈസ്, എന്തുകൊണ്ടാണ്? സറൗണ്ടഡ് ബൈ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആണോ, ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് കൂളിംഗ് വാട്ടർ ആണോ, യൂസ്ഡ് ഒൺലി ഇൻ പെട്രോൾ എഞ്ചിൻസ് ആണോ, വെൽഡഡ് ഇൻ ടു ദി സിലിണ്ടർ ബ്ലോക്ക് ആണോ? ആൻസർ ഈസ് ബി, ഈസ് ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് കൂളിംഗ് വാട്ടർ. ദെൻ 5, വിച്ച് ലൈനർ പ്രൊവൈഡ്സ് ബെറ്റർ കൂളിംഗ്? ഇതിൽ ഏതാണ് ബെറ്റർ കൂളിംഗ് കിട്ടുന്നത്? ഇറ്റ് ഈസ് വെറ്റ് ലൈനർ. ദെൻ 6th ക്വസ്റ്റ്യൻ,
വിച്ച് ലൈനർ റിക്വയർ സീലിംഗ് റിങ്സ് സീലിംഗ് കൂടുതൽ വേണ്ടത് ഏതിനാണ്? വെറ്റ് ലൈനേഴ്സിനാണ്. ദെൻ ദ സിലിണ്ടർ ഹെഡ് ഓഫ് ആൻ SI എഞ്ചിൻ ക്യാരീസ്. സിലിണ്ടർ ഹെഡ് എന്തൊക്കെയാണ് ക്യാരി ചെയ്യുന്നത്? ഫ്യൂൽ ഇഞ്ചക്ടർ, സ്പാർക്ക് പ്ലഗ്, ഗവർണർ, കാർബറേറ്റർ. ആൻസർ ഏതാണ്? SI എഞ്ചിനാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. CA എഞ്ചിൻ ആണെങ്കിൽ ഏത് വന്നേനെ? ഫ്യൂൽ ഇഞ്ചക്ടർ വന്നേനെ. സിൻസ് SI എഞ്ചിൻ എന്ന് ക്വസ്റ്റ്യൻ പറയുന്നത് കൊണ്ട് എന്താണ് വരുന്നത്? അവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ആണ്. കാർബറേറ്റർ വേറെ സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് എഞ്ചിൻ ബ്ലോക്കിന്റെ മുന്നെയാണ് എന്ത് വരുന്നത്? കാർബറേറ്റർ വരുന്നത്. ദെൻ ദ സിലിണ്ടർ ഹെഡ് ഓഫ് ആൻ CA എഞ്ചിൻ ക്യാരീസ്. എന്തായിരിക്കും ഉണ്ടാകുന്നത്? ഫ്യൂൽ ഇഞ്ചക്ടർ. ഓക്കെ. ദെൻ ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് എ സിലിണ്ടർ ഗ്യാസ്കറ്റ് ഈസ് ടു. സിലിണ്ടർ ഗ്യാസ്കറ്റിന്റെ മെയിൻ ഇതെന്താണ്? നമ്മുടെ ഇൻ ഓർഡർ ടു സീൽ ദി കമ്പഷൻ ചേംബർ ആണ്. ദെൻ 10th ക്വസ്റ്റ്യൻ. ഫെയിലിയർ ഓഫ് എ സിലിണ്ടർ ഗ്യാസ്കറ്റ് മേ കോസ് better cooling, coolant mixing with engine oil, increased compression, higher fuel economy. Answer B, coolant mixes with the engine oil. Now, compared with a single cylinder engine, a multi-cylinder engine has higher vibration, lower power, alla smoother operation. And the answer is ഏതാണ്? Smoother operation. Okay. Then the cylinder liner is mainly provided to എന്തിനായിരിക്കും cylinder liner കൊടുത്തിരിക്കുന്നത്? Is to improve wear resistance and facilitate replacement. ഓക്കെ. സോ ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സിലിണ്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ സിലിണ്ടറിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഏതൊക്കെയാണ് നമ്മുടെ മെയിൻ സാധനം? സിലിണ്ടർ ബ്ലോക്ക്, സിലിണ്ടർ ഹെഡ്, സിലിണ്ടർ ലൈനർ, ഇതിൻ്റെ മെറ്റീരിയൽസ്, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോ ടോപ്പിക്കും എടുത്ത് അനലൈസ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ ടോപ്പിക്സും എളുപ്പമാണ്. പക്ഷേ ഓർത്തിരിക്കാൻ ഇതുപോലെ കുറേ പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ വിട്ടുപോകുന്നതുണ്ടെങ്കിൽ ഒരു കീ നോട്ട് പ്രിപ്പയർ ചെയ്ത് അത് മാത്രം ഒരു ബുക്കിൽ എഴുതി വെച്ചേക്കുക. പരീക്ഷയുടെ സമയമാകുമ്പോൾ അതൊന്ന് റീകളക്ട് ചെയ്തിട്ട് പോവുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഒരു 2 പ്രാവശ്യം വായിച്ചിട്ടേ ആൻസർ ചെയ്യാവൂ. AMBA പോലത്തെ ഇതുപോലെ ഒരുപാട് ടോപ്പിക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ എപ്പോഴും നമുക്ക് തെറ്റാൻ പറ്റുന്ന ഒരു കൂടുതൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ നേരെ വായിക്കില്ല. നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു ആൻസറിൽ അങ്ങ് സെലക്ട് ചെയ്യും. അപ്പം ഒന്ന് നമ്മൾ ഒരുപാട് ടെസ്റ്റ് സീരീസ് പ്രാക്ടീസ് ചെയ്യുക. ടെസ്റ്റ് സീരീസ് പ്രാക്ടീസ് ചെയ്യുന്തോറും നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കൂടുതൽ മിസ്റ്റേക്സ് എവിടെ വരുന്നു എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. നമ്മളൊന്ന് കാം ആൻഡ് പീസ്ഫുൾ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് 1 by 1 വായിക്കാനായിട്ട് നമുക്കൊരു പ്രാക്ടീസ് വരും. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു സെഷൻ. സോ ഇൻ ദ നെക്സ്റ്റ് സെഷൻ നമ്മൾ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ.